നിർമ്മാണത്തിലിരുന്ന ദേശീയപാത വിവിധയിടങ്ങളിലായി തകർന്ന സംഭവത്തിൽ നാഷണൽ ഹൈവേക്ക് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകും. പാത തകർന്നത് എങ്ങനെയാണ്, ആരാണ് ഉത്തരവാദികൾ, എന്താണ് പരിഹാരം തുടങ്ങിയ കാര്യങ്ങൾ മറുപടിയായി നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, വിശദാംശങ്ങൾ. അർജുന, ഇന്ന് 11 മണിയോടെ സംഭവത്തെ സംബന്ധിച്ചുള്ള ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാഷണൽ ഹൈവേ തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് പ്രധാനമായും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ കൊച്ചിയിലെ റോഡുകൾ തകർന്നതിനെ സംബന്ധിച്ചെടുത്ത സ്വമേധയാ കേസുകൾ പരിഗണിക്കുന്നതിനൊപ്പമാണ് ഈ കേസും സ്വമേധയാ എടുത്ത കേസാണ്. ഈ സ്വമേധയാ എടുത്ത കേസും പരിഗണിക്കുന്നത്. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് മറുപടി നൽകുമെന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് തകർച്ചയ്ക്കുള്ള കാരണം, ആരാണ് ഉത്തരവാദികൾ എന്നതിനെ സംബന്ധിച്ചുള്ള മറുപടികളൊക്കെ ആയിരിക്കും ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുക. എന്തായാലും ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിവാദം സംസ്ഥാനമെങ്ങും ഉയർന്നിരുന്നു, അല്ലെങ്കിൽ രാജ്യമാകമാനം ചർച്ചയായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ തകർന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിവാദങ്ങളടക്കം ഉയർന്നിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരും അതോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയും കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാത്രം പിഴവല്ല ഇത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തങ്ങളിൽ മാത്രം കുറ്റം ചാരണ്ട എന്നുള്ളൊരു നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നേരത്തെയും സ്വീകരിച്ചിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ മറുപടി നൽകിയിരുന്നത്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ അടക്കം സൂചിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നീ വകുപ്പുകൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല ഈ ഒരു നാഷണൽ ഹൈവേ തകർന്നതിന് പിന്നാലെ വലിയ രീതിയിൽ അതിശക്തമായ മഴയായിരുന്നു സംസ്ഥാനത്തെങ്ങും. അതിനെ തുടർന്ന് വലിയ രീതിയിൽ ഓവുചാൽ നിർമ്മാണത്തിലെ അപാകതയൊക്കെ പിന്നീടും ചർച്ചയായിരുന്നു. മാത്രമല്ല വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നമ്മൾ തന്നെ പലതരം വാർത്തകളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. വികസനത്തിനിരയാകുന്ന നിരവധി കുടുംബങ്ങളെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിലൂടെ നിരവധി കുടുംബങ്ങൾ കൂടിയാണ് ബുദ്ധിമുട്ടിലാകുന്നത്. അതുകൊണ്ട് തന്നെ സംയുക്തമായൊരു കർമ്മ പദ്ധതിയിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ നാഷണൽ ഹൈവേ അധികൃതരും എന്നുള്ളതും കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി കൃത്യമായൊരു മറുപടി നൽകും എന്നുള്ളതാണ്. 11 മണിയോടുകൂടിയാണ് ഈ ഒരു കേസ് പരിഗണിക്കുക എന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. അജിന.